welcome back to my YouTube channel. If you're new here, I'm Lena. In this video ഞാൻ നിങ്ങൾക്ക് ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ എടുത്തിട്ട് പോകാന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ എന്ന് വെച്ചാൽ എൻ്റെ സെം ലീവ് ആയിരുന്നു. ഇപ്പോൾ സെം ലീവ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാണ്. സോ നമുക്ക് പാക്ക് ചെയ്യാം. ആക്ച്വലി ഞാൻ ഇത് ഫസ്റ്റ് ടൈം അല്ലല്ലോ പോകുന്നത്. സോ ഒരുവിധ എല്ലാ സാധനങ്ങളും എൻ്റെ ഹോസ്റ്റലിൽ ഓൾറെഡി ഉണ്ട്. ബട്ട് എനിക്ക് സ്റ്റിൽ കുറച്ച് ഡ്രസ്സ്, സ്കിൻ കെയർ അങ്ങനത്തെ പേഴ്സണൽ ഐറ്റംസ് ഒക്കെ എടുത്ത് വെക്കാനുള്ളൂ. സോ അധികം പാക്കേജ് ഒന്നുമില്ല കാര്യമായിട്ട്. പിന്നെ നമ്മൾ പോണ വഴി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ വിചാരിച്ചത് വ്ളോഗായിട്ട് എടുക്കാം. ഫസ്റ്റ് നമ്മൾ പാക്ക് ചെയ്യുന്നത് സ്കിൻ കെയർസ് ആണ് കേട്ടോ. ശരി. സോ ഞാൻ പാക്ക് ചെയ്യുന്നത് ഈ ബാഗിലാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഈ ബാഗിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടിയതാണ് എനിക്ക് ഈ ബാഗ് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പക്ഷെ റിയലി യൂസ്ഫുൾ എന്ന് പറയാമല്ലോ. കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. വാട്ടർ പ്രൂഫാണ് അല്ലേ? വാട്ടർ പ്രൂഫാണ്. പിന്നെ എന്താ, നല്ല സ്പേഷ്യസ്. നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. താഴെ ഒരു സിബ് ഉണ്ട്. സോ അത് നമുക്ക് വലുതാക്കി കഴിഞ്ഞാൽ ബാഗ് നല്ല വലുതാവും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ബാഗ് ചെറുതാവും. സോ ഈസി ടു ട്രാവൽ. ഞാൻ എല്ലാ വീക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് വരും. സോ എനിക്ക് കൊണ്ടെടുക്കാൻ എളുപ്പത്തിനുള്ളൊരു ബാഗാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. സോ നമുക്ക് 20 days ആയിരുന്നു സെം ലീവ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഫേസ് മാസ്കും ഒക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ അത് ഞാൻ ആദ്യം എടുത്ത് വെച്ചു. പിന്നെ ഇതാട്ടോ എൻ്റെ സ്കിൻ കെയർ ബാഗ്. കണ്ടോ, ഇത്രയും സ്പേസ് ഉണ്ട് ആ ബാഗിൽ. നമുക്ക് അത്യാവശ്യം നല്ലോണം സാധനങ്ങൾ കൊള്ളും. ഇതും സ്കിൻ കെയർ, മാസ്ക് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഡ്രസ്സുകൾ പാക്ക് ചെയ്യാം. സോ വീട്ടിലിടുന്ന കുറച്ച് ഐറ്റംസും പിന്നെ കുറച്ച് പുതിയ ഡ്രസ്സ്. ഇപ്പം ഇൻകേസ് പുറത്ത് പോവുകയാണെങ്കിൽ ഇടാൻ പറ്റിയ ഡ്രസ്സ് എന്നുള്ള രീതിയിൽ കുറച്ചെടുത്ത് വെക്കണം. അവിടെയാണെങ്കിൽ നല്ല ചൂടാണ്. സോ ഞാൻ സമ്മർ വെയേഴ്സ് ആണ് കൂടുതൽ എടുത്ത് വെക്കുന്നത്, ഈ ഷർട്ട് ടൈപ്സ് അങ്ങനത്തെ. ഫസ്റ്റ് നമ്മൾ പാക്ക് ചെയ്യാൻ പോണേ ഇവനെയാണ്. കൊണ്ടുപോകാൻ പറ്റിയും കൊണ്ടുപോകായിരുന്നു. തലയെ തൊടുന്ന ഇഷ്ടമില്ലാത്ത കുട്ടി. ഞാൻ തൊടും. പിന്നെ ഞാൻ കൊണ്ടുപോകാനുള്ള ഡ്രസ്സൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് പാക്ക് ചെയ്ത ജേർണൽസ് ആണ് കേട്ടോ. എൻ്റെ ജേർണൽ, ഡയറി, സ്കെച്ച് ബുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യുന്ന ഈ ഒരു ട്രാവലറിലാണ്. സോ എനിക്ക് അവിടെ പോയിട്ട് എടുത്ത് വെക്കാനത് ഈസി ആയിരിക്കും. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഞാൻ ഇലക്ട്രോണിക് ഐറ്റംസ്, ഹെഡ്സെറ്റ്, ചാർജർ, പവർ ബാങ്ക് അതെല്ലാം പാക്ക് ചെയ്തു. ഒരുവിധം എൻ്റെ എല്ലാ പാക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിക്കും ജസ്റ്റ് ഒന്ന് പാർലറിൽ പോയിട്ട് ഹെയർ ഒക്കെ ഒന്ന് കട്ട് ചെയ്യാനുണ്ടായിരുന്നു. സോ അത് ചെയ്യണം. സോ ഞാൻ ഇതാണ് ഇടുന്നത്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അങ്ങനെ ഫുള്ള് ഒരുങ്ങി ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ എന്ന് വെച്ചാൽ ഞാൻ സിസ്റ്ററായിട്ടാട്ടോ പോകുന്നത്. സോ നമ്മൾ പാർലറിൽ പോകാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ സിസ്റ്റർ, മിസ് ഖലാന കബീർ. അത് വേണ്ട. വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. അങ്ങനെ അവിടെ വേഗം എത്തി. ഹെയർ വാഷിനിരുന്നു. ഹെയർ വാഷ് ചെയ്ത് സെക്ഷൻ ചെയ്ത്. സോ എൻ്റെ മുടി ഡ്രൈ ആയതുകൊണ്ട് ഞാൻ സ്പാ ചെയ്യാൻ വിചാരിച്ചു. അങ്ങനെ സ്പാ ആട്ടോ ചെയ്തേ. ഞാനിപ്പോൾ ഡാഗിനോത്തിച്ച് പോലെ ആയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഹെയർ ഒന്ന് ട്രിം ചെയ്യാൻ വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ പിന്നെ വിചാരിച്ചു കർട്ടൻ ബാങ്ക്സും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമെന്ന്. സോ കട്ട് ചെയ്തു. റിസൾട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ക്യൂട്ടായി തോന്നി. സാറ്റിസ്ഫൈഡ് ആയിരുന്നു. ഞാൻ കട്ട് ചെയ്തപ്പോൾ നല്ല പേടിച്ചു, ഇയാൾ എന്താ കാണിക്കണേ വിചാരിച്ചു. ബട്ട് ലാസ്റ്റ് റിസൾട്ട് വാസ് സോ ഗുഡ്. അങ്ങനെ കുറച്ച് മൈനർ ഫ്ലെക്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക്. നമ്മളുടെ രണ്ടുപേരുടെയും ഹെയർ കട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിൽ പോകണം. വീട്ടിലെത്തിയിട്ട് ഞാനിതെങ്ങനെ പോണിറ്റെയിൽ കിട്ടുന്ന ആലോചിക്കായിരുന്നു. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിയപ്പോൾ രസമൊക്കെ ഉണ്ട്. കൊള്ളാം. നമുക്കിനി ഫുഡ് കഴിക്കാം. രാവിലെ എണീറ്റിട്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാർലറിൽ പോയി തിരിച്ചെത്തിയപ്പോഴത്തേന് 3 മണിയായി. പിന്നെ ഞാൻ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ടാവാൻ ബാക്കി പ്രശ്നമെന്ന്. സോ ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് വീണ്ടും റെഡിയായി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഹൈസുമോനാണെങ്കിൽ കുറുക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അവൻ്റെ ഇടയ്ക്ക് ഒരു ബായും പറഞ്ഞ് ഞാനും പപ്പയും ഉമ്മയും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങി. സോ ഗായ്സ്, വി ആർ ഗോയിങ് ടു വൈമാൾ. അങ്ങനെ വൈമാൾ എത്തി. ഫസ്റ്റ് നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലൊക്കെ പോയി. അന്നാണെങ്കിൽ നല്ല തിരക്കായിരുന്നു വൈമാളിൽ. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ബില്ലൊക്കെ ചെയ്തു. നമ്മൾ സാധനങ്ങളൊക്കെ വണ്ടി വെച്ച് നേരെ വീട്ടിലേക്ക് വന്നു. വരുന്ന വഴി ഞാൻ ഡ്രിങ്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ഗായ്സ്, നമുക്ക് കിൻഡർ ജോയ് അൺബോക്സ് ചെയ്യാം. സ്പൈഡർമാൻ എഡിഷൻ കിൻഡർ ജോയ് ആണ്. എനിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ ഈ കിൻഡർ ജോയിനോട് ഭയങ്കര ഇഷ്ടമാണ്. സോ എവിടെ കണ്ടാലും മേടിക്കും. അപ്പോൾ ഞാൻ വൈമാളി പോയ സമയത്ത് അവിടെ ഇതിരിക്കുന്ന കണ്ടപ്പോൾ അതങ്ങ് വാങ്ങിച്ചു. സോ ഫസ്റ്റ് തുറന്നപ്പോൾ ഞാൻ സ്പൈഡർമാൻ കിട്ടുന്നതാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്.
പക്ഷെ വേറെന്തോ സാധനം അത് ഫസ്റ്റ് എന്താ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. പിന്നെയാണ് ലാസ്റ്റ് എനിക്ക് ഫുൾ അസംബിൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതെന്താണെന്ന് മനസ്സിലായത്. അങ്ങനെ സെക്കൻഡ് ഒന്ന് അൺബോക്സ് ചെയ്തു. അപ്പോഴാടാ എനിക്ക് ആ സത്യം മനസ്സിലായേ. രണ്ടെണ്ണം സെയിം സാധനമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ എൻ്റെ ലാസ്റ്റ് പ്രതീക്ഷ മൂന്നാമത്തേലായിരുന്നു. ലാസ്റ്റത്തിലാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെ ഞാൻ ഫുള്ള് റിഗ്രറ്റിൽ നിൽക്കുമായിരുന്നു, ഇത് കിട്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ. അങ്ങനെ ലാസ്റ്റ് വണ്ണം ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് നമുക്ക് സ്പൈഡർമാനെ കിട്ടിയതാ. സ്പൈഡർമാൻ ഈ സ്പൈഡർമാനെ കിട്ടി. ഇനി ഫിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. മറ്റേ സാധനം അസംബിൾ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി അത് മറ്റേ വെബ് ഷൂട്ട് ചെയ്യുന്ന സാധനമാണ്. അങ്ങനെ ഞാനത് ഹൈസിരമേത്തിട്ട് 2 എണ്ണം കിട്ടിയ കാരണം 2 കൈവിലും ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഞാൻ എന്നിട്ട് നേരെ ബാക്കി വാങ്ങിയ സാധനങ്ങളും കൂടെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി പോയി. സോ ഈ ബ്ലാങ്കറ്റ് നല്ല സോഫ്റ്റാണ്. ഞാനിങ്ങനെ തൊട്ട് കാണിച്ചുതരാം എന്ത് സോഫ്റ്റാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫയല് മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ലൈക്ക് ഫുഡിൻ്റെ കൂടെ നമുക്ക് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു ചെമ്മീൻ്റെ ഒരു സാധനം, പിന്നെ ഇങ്ങനെ ഫുഡ് പ്രെപ്പൊക്കെ ചെയ്ത് വെക്കാൻ പറ്റിയ കണ്ടെയ്നേഴ്സ്. ഇത് ടിറമിസുവിൻ്റെ ഒരു മിക്സാണ്. ഇതിൽ ഞാൻ വിചാരിച്ച ശരിക്കും ആ ലേഡി ഫിംഗർ കൂടെ ഉണ്ടാവുന്നു, പക്ഷെ അതിൽ പൗഡർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ ഫില്ലിങ്. സോ ഞാൻ ഈ ലേഡി ഫിംഗേഴ്സ് ബൊനോമിയുടെ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അങ്ങനെ നമ്മളത് ഉണ്ടാക്കുക വിചാരിച്ചു. പിറ്റേ ദിവസം പോവാണല്ലോ. സോ ഞാൻ ഇല്ലാണ്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് അവരെ കൊണ്ട് അന്ന് നൈറ്റ് തന്നെ ഉണ്ടാക്കിച്ചതാണ്. റെസിപ്പി സെയിം ആണ്. ആ ബോക്സിൻ്റെ ബാക്കിലുള്ള സെയിം റെസിപ്പിയാണ് ചെയ്തത്. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ ആദ്യം ആ പൗഡർ ഉണ്ടല്ലോ അത് 1 കപ്പ് മിൽക്കിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്ത് ഒരു ക്രീമി ആയിട്ട് ബീറ്റ് ചെയ്യുക. നെക്സ്റ്റ് കോഫി ഉണ്ടാക്കുക, ജസ്റ്റ് കോഫിയും വെള്ളവും മാത്രം. എന്നിട്ട് ഈ സ്റ്റിക്സ് അതിലേക്ക് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു പുഡിംഗ് ട്രേയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഫുള്ള് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ക്രീമില്ലേ അത് അതിൻ്റെ മേലെ ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ വീണ്ടും കോഫിയിലേക്ക് ഡിപ്പ് ചെയ്യുക, ഈവനായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ ലാസ്റ്റ് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊക്കോ പൗഡറും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു. പറഞ്ഞു തീർക്കാം. വന്നു എന്റെ നൈറ്റ് ഫുഡ് വന്നു. പല്ലാഞ്ചൊത്തെ മാമിയുടെ സബ്സ്ക്രൈബേഴ്സിന് പല്ലാഞ്ചൊത്തെ. നമ്മളെ ടിറാമിസ് നമ്മൾ എടുത്തു. പക്ഷെ ഞാൻ നാളെ പോണ കാരണമാണ് ഞാൻ ഇപ്പം എടുത്തേ. നിങ്ങൾ ഇപ്പം എടുക്കരുത്, നിങ്ങൾ നാളെ എടുക്കാൻ പാടുള്ളൂ. ഹൈസി ആണെങ്കിൽ അവിടെ ചീച്ച് മയക്കായിരുന്നു നമ്മളെ. ഇപ്പം കിട്ടും എന്ന് വിചാരിച്ചിട്ട്. സോ ഗായ്സ് നമുക്ക് ടേസ്റ്റ് ടെസ്റ്റ് ചെയ്യാം. നല്ല രസമുണ്ട്. എന്നിട്ട് ഞാൻ ചിപ്സും കൂടെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങി. ഹേ ഗൈസ്, ഇറ്റ്സ് മോർണിംഗ്. രാവിലെ ആയി. ഞാനൊരു 4:30 ആയപ്പോൾ എണീറ്റു. എന്നിട്ട് വേഗം പോയി ഫ്രഷായി ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്തു. ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഡ്രസ്സൊക്കെ ഇട്ട് നേരത്തെ പാക്ക് ചെയ്ത ബാഗൊക്കെ ഞാൻ എടുത്ത് വെച്ചു വണ്ടിയിലേക്ക്. എന്നിട്ട് നമ്മൾ ഇറങ്ങി. സോ കുറച്ചങ്ങ് ട്രാവൽ ചെയ്തപ്പോൾ പിന്നെ ലേറ്റൊക്കെ വന്നു. അങ്ങനെ ഞാൻ വിശന്നപ്പോൾ ഞാൻ ഡോണറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ മോർണിംഗ് ഒക്കെ ആയപ്പോഴത്തേനും അവിടെ എത്തി. അങ്ങനെ നമ്മൾ നേരെ ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. പിന്നെ അവിടെ നിന്ന് അധികം ദൂരം ഉണ്ടായിരുന്നില്ല റൂമിലേക്ക്. അങ്ങനെ റൂം എത്തിയിട്ട് ഞാൻ പെട്ടെന്ന് യൂണിഫോം ചേഞ്ച് ചെയ്ത് കോളേജിൽ പോകാൻ ഇറങ്ങി. അങ്ങനെ കോളേജൊക്കെ എത്തി. പിള്ളേരൊന്നും അധികം പേരുണ്ടായിരുന്നില്ല. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് വ്ളോഗ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ഇറ്റ്. ബൈ.